ഏപ്രിൽ 10 ഈസ്റ്ററിൻ്റെ 2-ാം ആഴ്ചയിലെ ബുധനാഴ്ച. യോഹന്നാൻ 3:16 മുതൽ 21 വരെ വാക്യങ്ങൾ. ബൈബിളിലെ ഏറ്റവും പ്രസിദ്ധമായ വാക്യമാണ് യോഹന്നാൻ 3:16. കാരണം ബൈബിളിലെ മുഴുവനും ആശയം, അതായത് ദൈവം സ്നേഹമാണ് എന്ന് ഒറ്റ വാചകത്തിൽ ഈ വാക്യം പറയുന്നു. ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് ഈ വാക്കുകളോടെയാണ്: തൻ്റെ ഏകജാതനായ പുത്രനെ ദൈവം ലോകത്തിലേക്ക് അയക്കാൻ തക്കവണ്ണം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു. യേശു നമുക്ക് വേണ്ടിയാണ് ഭൂമിയിൽ വന്നതെന്ന് നമുക്കറിയാം. അവിടെ നിന്ന് നമുക്ക് വേണ്ടി മരിച്ചുവെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആഴം നാം ശരിക്കും മനസ്സിലാക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടോ? ബുദ്ധിമുട്ടുള്ളതോ വേദനാജനകവുമായ സമയങ്ങളിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നത് പലപ്പോഴും പ്രയാസമാണ്. ഈ സമയങ്ങളിൽ ദൈവം ഇല്ലെന്ന ഒരു തോന്നൽ ഉണ്ടായേക്കാം. എന്നിട്ടും ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. അവിടുന്ന് നമ്മോടൊപ്പം നടക്കുന്നു, നമ്മെ അനുഗ്രഹിക്കുന്നു, നമ്മുടെ വഴിയുടെ ഓരോ ചുവടിലും നമ്മെ സ്നേഹിക്കുന്നു. മറ്റു ചില അവസരങ്ങളിൽ നാം ദൈവസ്നേഹത്തിന് യോഗ്യരല്ല എന്ന് വിശ്വസിച്ചേക്കാം. ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യ സ്നേഹത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ദൈവസ്നേഹം യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയോ തളരുകയോ ഇല്ല. ജോൺ ബാർക്ലേ എഴുതി, ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ പ്രധാന ഉറവ് സ്നേഹമാണ്. ദൈവം സ്നേഹമാണ് എന്ന വാക്കുകൾ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ടും ചില സമയങ്ങളിൽ ആ യാഥാർത്ഥ്യം വിശ്വസിക്കാനും നമ്മൾ പാടുപെടുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. പക്ഷെ അവനെ തിരികെ സ്നേഹിക്കാൻ മനുഷ്യനെ നിർബന്ധിക്കാനില്ല. അതുകൊണ്ടാണ് സ്വർഗം തുറന്നിരിക്കുന്നതെങ്കിലും അതിൽ പ്രവേശിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. യേശു തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ ഭരിച്ചെങ്കിലും അവനിൽ വിശ്വസിക്കാനും അവൻ്റെ രക്ഷ വാഗ്ദാനം സ്വീകരിക്കാനും മനുഷ്യൻ ഇപ്പോഴും സ്വതന്ത്രനാണ്. രക്ഷയുടെ സൗജന്യ വാഗ്ദാനങ്ങളുണ്ടായിട്ടും ചിലർ അത് സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും ഇരുട്ടിൽ ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത് വളരെ സങ്കടകരമാണ്. എന്നിട്ടും ദൈവസ്നേഹത്തിന് ഒരു കുറവും വരുന്നില്ല. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് ഒരിക്കലും നിർത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്തിലേക്ക് തുറക്കാം. ആ ദൈവസ്നേഹം അനുഭവിക്കാൻ സമയമെടുക്കാം. ദൈവം നമ്മെ കാത്തിരിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.